ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025 4ാം ക്ലാസ്സിൻ്റെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മനസ്സിലാക്കാം, റിവിഷൻ ആയിട്ട് ഉപകാരപ്പെടുത്താം. എന്താണ് ശരിയുത്തരം അടയാളപ്പെടുത്താനാണ്. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുടിക്കാൻ പറ്റും, ഉളൂ ചെയ്യാൻ പറ്റില്ല. ഏത് വെള്ളമാണ് കുടിക്കാൻ പറ്റുന്നത്, ഉളൂ ചെയ്യാൻ പറ്റാത്തത്? തോഹിറായ വെള്ളമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കുടിക്കാൻ പറ്റും, ഉളൂ ചെയ്യാൻ പറ്റാത്തത് തോഹിറായ വെള്ളം ജ്യൂസാണ്. പുഴയിലെ വെള്ളം, കടൽ വെള്ളം തൊഹൂറാണ് കേട്ടോ. ഇനിയോ കുളിയുടെ ഫർളുകളിൽ പെട്ടതാണ്. കുളിയുടെ ഫർള് 2 എണ്ണമാണ്. നിയ്യത്ത് ചെയ്യലും ശരീരം മുഴുവനും വെള്ളം ഒഴുക്കലും. അപ്പോൾ ഇവിടെ നിയ്യത്ത് ചെയ്യൽ വന്നിട്ടുണ്ട്. ഇനിയോ നിസ്കരിക്കൽ ഹറാമാണ്. ആരാണ് നിസ്കരിക്കൽ ഹറാമ്? ഹേലുകാരി. ഹേലുകാരി നിസ്കരിക്കലും നോമ്പ് നോക്കലും ഹറാമാണ്. എന്നാൽ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ഇനി വിസർജിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം, വിസർജിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് പൊതുവഴി. പൊതുവഴി മനസ്സിലാക്കണം. ഇനിയാ ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ഇതിലേതാണ് ഉളൂ മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടത്? ഉറങ്ങൽ. ഉറങ്ങൽ അല്ലേ. ഉളൂ മുറിയുന്ന കാര്യങ്ങൾ, ഇരിപ്പിടം ഉറപ്പിച്ചുള്ള ഉറക്കവും തൂങ്ങി ഉറക്കവും ഉളൂ മുറിയില്ല, അത് മനസ്സിലാക്കണം കേട്ടോ. ഉറങ്ങൽ ഉളൂ മുറിയും. ഇനിയാ എനിക്ക് കരുണ ചെയ്യണമേ എന്നാണ് അർത്ഥം. ഏതാണ്? വർഹംനി. വർഹംനി എന്നതാണ് എനിക്ക് കരുണ ചെയ്യണമേ എന്നത്. ടിക്ക് ചെയ്യാം. ഇനി ചേരുമ്പടി ചേർക്കാനാണ്. എന്താണ്? വത്തവല്ലനി. നമ്മൾ ഫിഖ്ഹിൽ അവസാനം നിസ്കാരത്തിൻ്റെ ദിക്ർ, ദുആ, സ്വലാത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ നിന്നാണിത് വന്നത്, വത്തവല്ലനി. നമ്മളത് അതിൻ്റെ അർത്ഥവുമാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ വന്നതാണ്. എന്താണ് വത്തവല്ലനി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വത്തവല്ലനി ഫീമൻ തവല്ലേത്ത്, കുനൂത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സി അടയാളപ്പെടുത്താം. ഇനിയോ വമാ അന മിനൽ മുഷ്രിക്കീൻ. വമാ അന മിനൽ മുഷ്രിക്കീൻ വജ്ജഹത്തിൽ നിന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഇനിയോ വോഫിനി ഫീമൻ ഓഫെയ്ത്ത്. ഫീമൻ ഓഫെയ്ത്ത്. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. അടുത്തതോ അന്നല്ലാഫ. അന്നല്ലാഫത്തു മിനൽ ഈമാൻ. അന്നല്ലാഫത്തു മിനൽ ഈമാൻ. അപ്പം അതിൻ്റെ എ കൊടുക്കാം. അന്നല്ലാഫത്തു മിനൽ ഈമാൻ എന്താണ്? വൃത്തി ഈമാനിൽ പെട്ടതാണ്. അപ്പം അതുപോലെ നമുക്ക് പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകളും ഇതുപോലെ വരും. അപ്പം എല്ലാ പാഠത്തിൻ്റെ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്തതാ വബാരിക്ലി. വബാരിക്ലി ഫീമാ അഴ്ത്തൈത്ത്. വബാരിക്ലി ഫീമാ അഴ്ത്തൈത്ത്. അപ്പം അതിൻ്റെ ബിയും നൽകാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. പൂർണ്ണമായി ഡാഷ് ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. പൂർണ്ണമായി എന്ത് ചെയ്ത് നിസ്കരിച്ചാലാണ്? ഉളൂ. പൂർണ്ണമായി ഉളൂ ചെയ്ത് നിസ്കരിച്ചാൽ സ്വർഗം ലഭിക്കും. അടുത്തതാ അല്ലാഹു തആല അല്ലാതെ ഡാഷ് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ആരാധ്യനില്ലെന്ന്. അല്ലാഹു തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. ഇനി വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും ദേശം ഇഷ്ടപ്പെടുന്ന ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. വൃത്തിയുള്ളവരെ അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇഷ്ടപ്പെടുന്നു. ഇഴജന്തുക്കളുടെ ഡേഷിൽ വിസർജനം പാടില്ല. എന്താണ്? മാളത്തിൽ. ഇഴജന്തുക്കളുടെ മാളത്തിൽ വിസർജനം പാടില്ല. വിസർജനം കറാഹത്തുള്ള സ്ഥലങ്ങൾ. ഇനിയോ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പൂർത്തിയാക്കി കൊടുക്കുക കേട്ടോ. ഇനിയോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ കബരി വ മിൻ അദാബിന്നാർ. മിൻ അദാബിൽ കബരി വ മിൻ അദാബിന്നാർ. അങ്ങനെ അതൊക്കെ പൂർത്തിയാക്കാൻ വരും കേട്ടോ. ഇതല്ലാതെ വേറെ ലഫ്ലുകൾ വരും. ദിക്റൊന്നും ദുആഒന്നും വജ്ജഹത്തൊന്നും ഒക്കെ കേട്ടോ. അപ്പം അത് മനസ്സിലാക്കണം. ഇനിയോ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. തൂങ്ങി ഉറങ്ങിയാൽ ഉളൂ മുറിയുമോ? തൂങ്ങി ഉറങ്ങിയാൽ ഉളൂ മുറിയില്ല. തൂങ്ങി ഉറങ്ങിയാൽ ഉളൂ മുറിയില്ല. ഇനിയോ കുളിയുടെ ഫർളുകൾ എത്ര? കുളിയുടെ ഫർളുകൾ 2 ഇനിയോ വെള്ളമല്ലാത്ത ശൗചത്തിന് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവിൻ്റെ പേര്? നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ തുടങ്ങിയവ കൊണ്ട് ശൗചം ചെയ്യാം. അപ്പം നജസ് വലിച്ചെടുക്കുന്ന കല്ല് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്തത് നിസ്കാരം തൂണാണ്. എന്തിൻ്റെ തൂണാണ്? നിസ്കാരം ദീനിൻ്റെ തൂണാണ്. നിസ്കാരം
ദീനിൻ്റെ തൂണാണ്. അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹി, ഏത് കർമ്മമാണ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയാൽ എന്താണ്? ഉടനെ അത് വീട്ടണം. ഖളാ ആയി പോയാൽ ഉടനെ വീട്ടൽ നിർബന്ധമാണ്, മനസ്സിലാക്കണം. ഇനിയാ സജ്ജനങ്ങൾ എന്നതിൻ്റെ അറബി പദമെന്ത്? എന്താണ്? സോലിഹൂൻ, സോലിഹൂന എന്നാണ്. അടുത്തതാ, ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഉളൂ മുറിയുമോ? മുറിയും. അവർ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 2 കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല എപ്പോൾ? എന്നിവക്ക് വ്യത്യാസമുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റമുണ്ടെങ്കിൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. വെള്ളത്തിൻ്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റമുണ്ടെങ്കിൽ അത് ശുദ്ധീകരണത്തിന് പറ്റില്ല. 2 കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 191 ലിറ്ററാണ്. 191 ലിറ്ററാണ്. അതും മനസ്സിലാക്കാം. ഇനി എന്താണ്? ഉളൂഇൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യണം. എന്താണ്? നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ഇതാണ് ഉളൂയിൽ മുഖം കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത്. അടുത്തതോ, വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന. ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന. ഇതാണ്. അടുത്തതാ, കുളിക്കുമ്പോൾ സൂക്ഷിച്ചു കഴുകേണ്ട 4 സ്ഥലങ്ങൾ. കുളിക്കുമ്പോൾ സൂക്ഷിച്ചു കഴുകേണ്ട 4 സ്ഥലങ്ങൾ: മടമ്പ്, പൊക്കിള്, ചെവി, ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങൾ. ഇതൊക്കെ സൂക്ഷിച്ചു കഴുകണം. ഇനി ഇത്തക്കൂല ഇനേ, ഏതാണവ? എന്താണ്? ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും അവരുടെ തണലിലും വിസർജിക്കൽ. ഇത്തക്കൂലായിനേ. ശാപനിമിത്തമായ 2 കാര്യങ്ങൾ. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. അടുത്തത്, സുജൂദിൽ 3 തവണ ചൊല്ലേണ്ട ദിക്ർ ഏത്? സുജൂദിൽ 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ് 3 തവണ. ഇത് റുക്കൂയിലാണെങ്കിലോ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇനിയോ തബാറകത റബ്ബന വതആലൈത്, അതിൻ്റെ സാരം എഴുതണം. എന്താണ്? ഞങ്ങളുടെ രക്ഷിതാവേ, നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വിശുദ്ധനും ഉന്നതനുമായിരിക്കുന്നു. ഇതുപോലെ നമ്മൾ പഠിച്ച വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരും ദിക്ർ, അല്ലേ? അപ്പോൾ അത് അർത്ഥം എഴുതാൻ വരും. അപ്പം അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇനി ആ 2ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. ഏതാണ്? കുളിയുടെ സുന്നത്തുകൾ. കുളിയുടെ സുന്നത്തുകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് പാഠഭാഗത്തിൽ. എന്തൊക്കെയാണ്? കിബിലക്ക് മുന്നിടുക, ഔറത്ത് മറക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്തോടെ ബിസ്മി ചൊല്ലുക, ഉളൂ ചെയ്യുക, ശേഷം ഫർലായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും സുന്നത്തായ കുളിയാണെങ്കിൽ അതിൻ്റെ നിയ്യത്തും, ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക, തേച്ചുരച്ച് കഴുകുക, പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിള്, ചെവി, ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക, സംസാരിക്കാതിരിക്കുക, കുളി കഴിഞ്ഞ ഉടനെ ഉളുവിൻ്റെ ശേഷമുള്ള ദുആ ചൊല്ലുക തുടങ്ങിയവ സുന്നത്തുകളാണ്. അപ്പോൾ അത് എഴുതാം. ഇനിയാ ഉളൂ ചെയ്യേണ്ട രൂപം എഴുതണം. നമ്മൾ 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? മുൻകൈ 2 3 തവണ കഴുകി മിസ്വാക്ക് ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുകയും ചെയ്തു. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി. 2 കൈകാലുകൾ 3 തവണ മുട്ടിൻ്റെ മുകളിൽ കയറ്റി കഴുകി. തല മുഴുവനും 3 തവണ തടവി. 2 കൈയും നനച്ച് ചെവി 2 ഉള്ളും പുറവും 3 തവണ തടവി. 2 കാലുകൾ നെര്യാണിക്ക് മുകളിലേക്ക് 3 തവണ കഴുകി. 2 കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തി ദുആ ചെയ്തു. ഇതാണ് ഉളൂ ചെയ്യേണ്ട രൂപം. ശേഷം ദുആ എഴുതാനും സ്ഥലം ഉണ്ടാവില്ല നമുക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനിയാ പരിസ്ഥിതി സംരക്ഷണം എന്തെഴുതാ? നമ്മൾ 5ാമത്തെ പാഠത്തിൽ നമ്മളൊരു പത്ര റിപ്പോർട്ടോട് കൂടി പാഠഭാഗം പഠിക്കുന്നുണ്ട്.
അതിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പുഴകളിലും തോടുകളിലും ജലാശയങ്ങളിലുമെല്ലാം എന്താണ് മലം, മൂത്ര, മറവ്, മാടുകളുടെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നിക്ഷേപിക്കുന്നു. ഇതിനു പുറമെ റോഡുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും ഫാക്ടറി മാലിന്യങ്ങളും പുഴകളിലേക്കും തോടുകളിലേക്കും ഒഴുക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഇത്തക്കൂലായിനെ, ശാപനിമിത്തമായ കാര്യങ്ങൾ 2 നിങ്ങൾ സൂക്ഷിക്കുക. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും വിശ്രമിക്കുന്ന തണലിലും വിസർജിക്കൽ. ശൗചം ചെയ്തതിനു ശേഷം ടോയ്ലറ്റ് വൃത്തിയാക്കണം. ഇരുന്നുകൊണ്ട് വേണം വിസർജനം നടത്താൻ. നിശബ്ദത പാലിക്കണം. നജസ് വൃത്തിയാവുന്ന രീതിയിൽ വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ശൗചം ചെയ്യണം. നജസ് വലിച്ചെടുക്കുന്ന ടിഷ്യൂ, കല്ല്, മുതലായവ കൊണ്ട് ശൗചം ചെയ്യാവുന്നതാണ്. പൊതുവഴി, വിസർമ്മസ്ഥലം, പുഴ, കുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും വിസർജിക്കരുത്. അതുപോലെ തെങ്ങ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും ഭക്ഷണ സാധനങ്ങളിന്മേലും കബറിന്മേലൊന്നും വിസർജനം പാടില്ല. വൃത്തി ഈമാനിൽ പെട്ടതാണ്. അതൊക്കെ ചേർത്ത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എഴുതാം. ഇനിയാ നിസ്കാരത്തിൻ്റെ മഹത്വം എന്തെഴുതാം? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നാം തീരെ അലസത കാണിക്കാൻ പാടില്ല. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. ഭ്രാന്ത്, ബോധക്ഷയം, രോഗം എന്നിവ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടവന് നിസ്കാരം നിർബന്ധമില്ല. ഹൈളുകാരിക്കും നിഫാസുകാരിക്കും നിസ്കാരം ഹറാമാണ്. നിസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കണം. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, ഏത് കർമ്മമാണ് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നിസ്കാരം ഖളാ ആക്കൽ വലിയ പാപമാണ്. ഖളാ ആയിപ്പോയാൽ ഉടനെ വീട്ടലും നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി. നിസ്കാരത്തിൻ്റെ മഹത്വവും നമുക്കവിടെ എഴുതാം. അപ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കിയത്. നമ്മൾ മുന്നത്തെ ചോദ്യപേപ്പറിലൊക്കെ ഒരുപാട് റിവിഷനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.